ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടൊരു മേക്കപ്പ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ചുരിദാറിൻ്റെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റിയൊരു മേക്കപ്പ് ലുക്കാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഏതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ സ്കിൻ കെയർ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യമേ നയാസിനമൈഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. 10% നയാസിനമൈഡാണ്, മിനിമലിസ്റ്റിൻ്റെ ആണ്. അപ്പോൾ ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നയാസിനമൈഡ് വന്നിട്ട് മിനിമലിസ്റ്റിൻ്റെ ആണ്. ഇതിൻ്റെ പ്രൈസ് 599 ആണ്. നൈക്കിൽ നിന്നാണ് വാങ്ങിച്ചത്. നെക്സ്റ്റ് ഇനി മോയ്സ്ചറൈസർ ഇടാൻ പോകുന്നത് ഡോക്ടർ ഷെത്തിൻ്റെ മോയ്സ്ചറൈസറാണ്. ഈ ഹൈലൂറോണിക് ആസിഡ് വരുന്ന ഈ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ സ്കിൻ ടൈപ്പർക്കും ചേരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അതായത് ഓയിലി സ്കിന്നാണ്, എന്നാലും എനിക്കിത് ഈ മോയ്സ്ചറൈസർ എനിക്ക് നന്നായിട്ട് പറ്റുന്നതാണ്. അടുത്തായിട്ട് ഞാൻ സൺസ്ക്രീനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതും ഡോക്ടർ ഷെത്തിൻ്റെ തന്നെയാണ്. എല്ലാ സ്കിൻ ടൈപ്പർക്കും ചേരുന്നതാണ്. അപ്പോൾ നൈക്കാൻ ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ. ഇതിൻ്റെ ഹോൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കയറുന്ന കണ്ടു നോക്കുക. SPF 50 വരുന്നതാണ്. ഇതിപ്പോൾ പുതിയത് വാങ്ങിച്ചതാണ്, പഴയത് തീർന്നു. അങ്ങനെ പുതിയത് റീസ്റ്റോക്ക് ചെയ്തതാണ്. നമ്മൾ പുറത്ത് പോകുന്നതിന് മുന്നേ ആയിട്ട് 20 മിനിറ്റ് മുന്നേ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. എന്നിട്ട് 2-3 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും റീ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ സൺസ്ക്രീൻ 80 ഗ്രാമിൻ്റെയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 699 ആണ്. ഈ സൺസ്ക്രീനിൻ്റെ പ്രൈസ് വന്നിട്ട്. അടുത്തതായിട്ട് ലിപ് ബാം ഇട്ട് കൊടുക്കാൻ പോകുന്നത് ടോപ്പ് ആൻഡ് കിഡ് ലിപ് ബാമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് SPF 30 ഉള്ള ലിപ് ബാമാണ്. സ്ട്രോബെറി ക്രഷ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഇത്. അടുത്തായിട്ട് ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഫൗണ്ടേഷൻ മെബ്ലിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മെബ്ലിൻ ഫിറ്റ് മീയുടെ ഈ ഫൗണ്ടേഷനാണ്. 180 എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഫൗണ്ടേഷനും SPF 22 ഉള്ളതാണ്.
സ്പഞ്ച് ഉപയോഗിച്ച് ഞാനത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. സ്പഞ്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എക്സസ് ആയിട്ട് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ അബ്സോർബ് ചെയ്തെടുത്തോളും. ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഞാൻ ഐബ്രോ ആണ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് നെക്സ്റ്റ് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് എറ്റ്യൂഡ് ഹൗസിൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിലാണ്. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണിത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ബാഗിൽ തന്നെ സ്പൂള് വരുന്നത്, നമുക്കിത് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഐബ്രോ കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഐലൈനർ എഴുതി കൊടുക്കാം. ഫസ്റ്റ് ഞാൻ കാജലാണ് എഴുതി കൊടുക്കാൻ പോകുന്നത്. ഇത് ഐടെക്സിൻ്റെ കാജലാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ 2 കണ്ണും എഴുതി കൊടുക്കാൻ പോവാണ്.
കാജൽ എഴുതി കഴിഞ്ഞ് നമുക്കിനി നെക്സ്റ്റ് ഐലൈനർ എഴുതി കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്ന ഐലൈനർ മെബ്ലിൻ്റെ ആണ്, കൊളോസൽ ഐലൈനറാണ്. വാട്ടർ പ്രൂഫ് ഐലൈനറാണ് ഇത്. ചെറുതായിട്ട് ടേല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഈ കണ്ണുകൊണ്ട് എഴുതി കൊടുക്കാം. ഐലൈനർ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് മസ്കാര ഇട്ട് കൊടുക്കാം. സോറി ഗൈസ്, ഞാൻ ഐഷാഡോ ഇടാൻ മറന്നുപോയി. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഐഷാഡോ ടച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നൈക്കിന്ന് വാങ്ങിച്ച ഒരു ഐഷാഡോ പാലറ്റാണ്, സ്മോക്കി ടച്ച് എന്നാണ് എൻ്റെ ഷെയ്ഡ്. ജസ്റ്റ് ഈ ഒരു ഷിമ്മറി ഷെയ്ഡ് ഞാൻ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് ഐലൈനർ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്ന മസ്കാര മെബ്ലിൻ്റെ ഒരു ഹൈപ്പർ കേൾ മസ്കാരയാണ്, വാട്ടർ പ്രൂഫാണ്. ഇതാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ 2 കൂട്ടിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിട്ടത് വോളിമൈസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഡാസ്ലറിൻ്റെ ലിപ് കളറാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, 007 ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്.
ഈ ഒരു ലിപ്സ്റ്റിക്കിന് 200 രൂപയേ ഉള്ളൂ. അടിപൊളി ഷെയ്ഡാണ്. നെക്സ്റ്റ് അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അടുത്തായിട്ട് മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. ഇങ്ങനെ നമ്മൾ മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും മേക്കപ്പ് കുറച്ച് അധികം ലാസ്റ്റ് ചെയ്യാൻ സഹായിക്കും. ഞാൻ ബ്ലഷ് ഇടാൻ മറന്നുപോയി, അപ്പം ബ്ലഷ് ഇട്ട് കൊടുക്കുവാണേ. കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ബ്ലഷാണ്. നെക്സ്റ്റ് ഞാൻ പൊട്ട് വെക്കാൻ പോവാണ്. ഈ ഒരു പൊട്ടാണ് വെക്കുന്നത്. സ്റ്റോൺ വരുന്ന പൊട്ടാണ്. നമുക്ക് ഹെയർ കെട്ടിക്കൊടുക്കാം. ഇനി ഞാൻ ഹെയർ ചെയ്യാൻ പോവാണ്. സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ ഹെയർ സ്റ്റൈൽ വന്നിട്ട്. സിമ്പിളായിട്ടുള്ളൊരു മാല ഇട്ടിട്ടുണ്ട്. ഈ ഒരു കമ്മലാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു ജിംക്കയാണ് ഞാൻ ഇതിനോട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പിന്നെ 2-3 റിംഗ് കൂടി ഇട്ട് കൊടുക്കുവാണ് ഞാൻ. നമ്മുടെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ മേക്കപ്പ് ലുക്ക് വന്നിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.